എല്ലാവർക്കും ചിത്രദർശനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളപ്പിറവി ദിനാശംസകൾ. നമുക്കറിയാം, 1956 നവംബർ 1 കേരളമെന്ന സംസ്ഥാനമുണ്ടായത്. പക്ഷേ 1947 ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഏകദേശം 9 വർഷമെടുത്തു. ഇപ്പോൾ ഇത്രയും കാലം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? കേരളം ആരാണ് ഭരിച്ചിരുന്നത്? ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കേരളം, അന്ന് കേരളമില്ല, 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി എന്ന 2 നാട്ടുരാജ്യങ്ങൾ, പിന്നെ ബ്രിട്ടീഷ് മലബാർ, തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്ക്. ഈ 4 പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏകദേശം ഒരേ ഒരു ഭാഷ സംസാരിച്ചിരുന്നു, മലയാളം. അതുകൊണ്ടാണ് ഇത് 4 ഒരുമിച്ച് ഒരു സംസ്ഥാനമാക്കണം എന്നൊരു ആഗ്രഹം നമ്മളുടെ നേതാക്കൾക്കുണ്ടായത്. ഭാഷ, ചരിത്രം, ഐതിഹ്യം എന്നിവ പൊതുവായുള്ള മലയാളികളെ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. 1920 കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് സമിതികൾ രൂപവത്കരിക്കാൻ നിശ്ചയിച്ചപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. ഇതേ വർഷം ഒറ്റപ്പാലത്ത് നടന്ന കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ പ്രതിനിധികൾ പങ്കെടുത്തു. 1928 എറണാകുളത്ത് ചേർന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലും അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയങ്ങൾ പാസാക്കി. 28 തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന രൂപവത്കരിക്കുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. 1930കളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രക്ഷോഭത്തിലായപ്പോൾ മലബാറിലെ ജനങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. 1924-25 വൈക്കം സത്യാഗ്രഹം, 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പങ്കെടുത്തു. 1935 അഖില കേരള തൊഴിലാളി സമ്മേളനം, 1937 അഖില കേരള വിദ്യാർത്ഥി സമ്മേളനം എന്നിവ ഐക്യ കേരളം എന്ന ആവശ്യത്തിന് കരുത്തു പകർന്നു. 1945 KPCCയുടെയും കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും സംയുക്ത യോഗം ഐക്യ കേരള രൂപവത്കരണത്തിനു വേണ്ടി കമ്മിറ്റിയുണ്ടാക്കി. 1947 തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടത്തുകയും ചെയ്തു. അധ്യക്ഷൻ കേളപ്പജിയും ഉദ്ഘാടകൻ കൊച്ചി മഹാരാജാവ് കേരളവർമ്മയുമായിരുന്നു. ഐക്യ കേരള തമ്പുരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സ്വാതന്ത്ര്യം നേടിയ ശേഷം കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം ഡൽഹിയിൽ പ്രധാനമന്ത്രി നെഹ്റുവിനെ സന്ദർശിച്ച് കേരള സംസ്ഥാനം ഉടൻ രൂപവത്കരിക്കണമെന്നാവശ്യപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ജസ്റ്റിസ് SK ധാർ കമ്മീഷൻ ഭാഷാ സംസ്ഥാന രൂപവത്കരണ പ്രശ്നങ്ങൾ പഠിക്കാൻ 1948 കേരളത്തിലെത്തി. 1949 ആലുവയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനം കേരള സംസ്ഥാനം രൂപവത്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ കോൺഗ്രസ് നേതാവ് പട്ടം താണുപിള്ള ഐക്യ കേരള സംസ്ഥാന രൂപവത്കരണത്തെ എതിർത്തു. ധാർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നാട്ടുരാജ്യങ്ങളായ കൊച്ചിയും തിരുവിതാംകൂറും സംയോജിക്കപ്പെട്ടു. തിരുക്കൊച്ചി സംസ്ഥാനം 1949 ജൂലൈ 1 നിലവിൽ വന്നു. തിരുവിതാംകൂർ രാജാവ് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി. തിരുവിതാംകൂർ രാജാവ് രാജപ്രമുഖ സ്ഥാനം ആഗ്രഹിച്ചപ്പോൾ കൊച്ചി രാജാവ് ഉപരാജപ്രമുഖ സ്ഥാനം സ്വീകരിക്കാതെ ജനങ്ങളുടെ നന്മയ്ക്കായി എല്ലാ അവകാശങ്ങളും ത്യജിച്ചു. 1949 KP കേശവമേനോൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഐക്യ കേരള സമ്മേളനം ഐക്യ കേരള രൂപവത്കരണവും രാജപ്രമുഖ പദവി റദ്ദ് ചെയ്യലും ആവശ്യപ്പെട്ടു. തിരുക്കൊച്ചിയോട് മലബാർ ലയിക്കുന്നതിനെ എതിർത്തവരുമുണ്ടായിരുന്നു. 1952 KPCC വിഭജിച്ച് മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും തിരുക്കൊച്ചി കോൺഗ്രസ് കമ്മിറ്റിയും നിലവിൽ വന്നു. മലബാർ കോൺഗ്രസ് കമ്മിറ്റി തിരുക്കൊച്ചിയും മദ്രാസും ഉൾപ്പെട്ട ദക്ഷിണ സംസ്ഥാനം രൂപവത്കരിക്കാൻ ആവശ്യപ്പെട്ടു. 1953 പോറ്റി ശ്രീരാമലു പ്രത്യേക ആന്ധ്ര സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവത്യാഗം ചെയ്തു.
തുടർന്ന് ഫസൽ ചാലിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നു. ഒടുവിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപവത്കരിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കാസർഗോഡ് എന്നിവ ചേർന്നതാണ് നമ്മുടെ ഈ കേരള സംസ്ഥാനം. വാനിൻ്റെ നീല ചിറകിന്നു കീഴിലായി ഗാനം തുളുമ്പുന്ന കടലിന്നു ചാരയായി വാവും വിഷുവും തിരുവോണവും ചേർന്ന് മലയാളമുണ്ണുന്ന തീരഭൂമി മനതാരിലുണരുന്ന മാതൃഭൂമി. സഖ്യനിൽ സന്ധ്യകൾ പൊന്നിൻ തിരിയിട്ട് മൺചിരാതേറ്റുന്ന ശൈലനാട്, തുഞ്ചത്തെഴുത്തച്ഛൻ ശാരിക പൈതലെ തഞ്ചത്തിൽ മൂളിച്ച വഞ്ചിനാട്, കിള്ളിക്കുറിശ്ശിയിൽ നമ്പ്യാരു തുള്ളിയ തുള്ളൽ പദങ്ങൾ തൻ ജന്മനാട്, എള്ളോളം കള്ളവും ഉള്ളിൽ നിറയാത്ത മാബലിവാണൊരു കേരനാട്. ചെറുശേരി ഗാഥതൻ നിറമാർന്ന ശീലുകൾ അകതാരിൽ വിരിയിച്ച പുണ്യനാട്, ആശാനുമുള്ളൂരും വള്ളത്തോടും ചേർന്ന് മലയാളം ചൊല്ലിച്ച വള്ളുനാട്. ഇതിലുപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് ഈ ചിത്രങ്ങൾ കണ്ടാലറിയാം. കേരളത്തിൻ്റെ വൈവിധ്യം, ജലസമ്പത്ത് മറ്റൊരു സ്ഥലത്തുമില്ല. ചൈനയിലൊക്കെ പോയാൽ 300-400 കിലോമീറ്റർ ഒരേ ഒരു ജോഗ്രഫിക്കൽ റീജിയനാണ്, ഒരേ സ്വഭാവമുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 50-60 കിലോമീറ്ററിൽ കടൽ തൊട്ട് മലയുടെ മുകൾ വരെ എത്തും. ശംഖുമുഖത്ത് നിന്ന് പൊന്മുടി വരെ എത്താൻ 50-55 കിലോമീറ്ററേ ഉള്ളൂ. ആ വൈവിധ്യമാണ് കേരളത്തിൻ്റെ ഭംഗി. അത്ഭുതകരമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം. ഇന്നത്തെ ദിവസം കേരളപ്പിറവിയെക്കുറിച്ച്, കേരളത്തിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. ഈ ഭൂമി നമ്മുടെ മാതൃഭൂമിയാണ്. കേരളം, കേരളീയൻ എന്നതിനെ ഓർത്ത് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. എല്ലാവർക്കും മനോഹരമായ ഒരു രാത്രി ആശംസിക്കുന്നു. ബഹുമാനത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനമ്പാട്ട്. ഗുഡ് നൈറ്റ്.